നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് നോർത്ത് CIക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്തെ താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. ഭീഷണി പ്രസംഗം നടത്തിയത് പാലക്കാട്ട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെ. തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാക്ക് പാലിച്ച മന്ത്രി OJ ജനീഷ്. മാളയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിൻ്റെ സന്ദർശനം. വാക്കുപാലിച്ച് തങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. തൃശ്ശൂരിലെ പ്രതിഷേധം ബൈക്ക് കത്തിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് നോർത്ത് CIക്ക് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ ഭീഷണി. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്തെ താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. പിണറായി വിജയൻ്റെ വീടുകളിൽ ED പരിശോധന നടത്തിയതിനെതിരെ പാലക്കാട്ട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയായിരുന്നു CIക്ക് നേരെ ഭീഷണി പ്രസംഗം മുഴക്കിയത്. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ, ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഞങ്ങൾക്ക് EDയും ഇല്ല, ഒരു ചുക്കുമില്ല. നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ട് ഞങ്ങള്. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ട് ഒരു DYS ഒരുപക്ഷെ ഇവിടെ ഒരു മാങ്കൂട്ടം MLA ഉണ്ടായിരുന്നല്ലോ, അയാളുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന CIന്റെ കോളറിൽ കയറി പിടിച്ച് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ വലിച്ചു കീറി. തോളിലെ നക്ഷത്രം അറ്റുപോയി. ഒരു കേസും എടുത്തില്ല. എന്നാൽ മിനിഞ്ഞാന്ന് SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ടതിന് എടുത്ത കേസ് PDPP ആക്ടാണ്. രാഹുൽ മാങ്കുട്ടം MLA ആയിരിക്കെ സ്റ്റേഷനിൽ കയറി സൗത്ത് CIയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ പൊട്ടി. തോളത്തിരിക്കുന്ന നക്ഷത്ര ചിഹ്നം അറ്റുവീണു. അന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന SFI സമരത്തിൽ ബാരിക്കേഡ് മറിച്ചിട്ടിനെ തുടർന്ന് SFI പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് പോലീസ് കേസെടുത്തു. LDF ഭരിച്ച 10 വർഷക്കാലത്തെ പോലീസ് നയവും ഭരണവും മാറി ദിവസങ്ങൾക്കകം പോലീസിന്റെ നയം മാറ്റവും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നോർത്ത് CIക്ക് നേരെ CPM ജില്ലാ സെക്രട്ടറി ഭീഷണി പ്രസംഗം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂർ മാളയിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിൻ്റെ സന്ദർശനം. മാള ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സമയത്താണ് തൊട്ടപ്പുറത്തുള്ള MCFൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളെ കണ്ട് മന്ത്രി നേരിൽ സന്ദർശിച്ച് മധുരം പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിച്ചാൽ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ എല്ലാവരെയും നേരിൽ വന്ന് കാണും എന്ന് നൽകിയ വാക്ക് പാലിച്ചാണ് മന്ത്രി OJ ജനീഷ് എത്തിയത്. അപ്രതീക്ഷിതമായി മന്ത്രിയെ നേരിൽ കണ്ടതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചു. വാക്ക് പാലിച്ച് ഞങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഓർത്ത് എത്തിയത് വലിയ സന്തോഷം നൽകുന്നു എന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം പാലിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് നേരിട്ടെത്തുന്ന മന്ത്രിയുടെ മറുപടി ശ്രദ്ധേയമായി. ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുത്താണ് മന്ത്രി പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കരുവടത്തൊടി പ്രദേശത്തെ ഇടഞ്ഞോടിയ കാള കിണറ്റിലകപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോങ്ങട്ടെ ഫയർഫോഴ്സ് സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാളയെ രക്ഷപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ മങ്കര കരുവടത്തൊടി പ്രദേശത്തെ ഏകദേശം 45 അടിയോളം താഴ്ചയുള്ള കിണറിലാണ് കാള അകപ്പെട്ടത്. കാളയ്ക്ക് ഏകദേശം 400 കിലോളം ഭാരമുണ്ടാകുമെന്ന് പറയുന്നു. ചളിയിലകപ്പെട്ട കാളയെ പുറത്തേക്കെടുക്കാൻ നന്നേ പാടുപെട്ടു. വിവരമറിഞ്ഞ് കോങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അതിസാഹസികമായി ഇറങ്ങിയ റെസ്ക്യൂ ഹോസിന്റെ സഹായത്താൽ ബന്ധിപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ക്രെയിനിന്റെ സഹായത്തോടുകൂടി കാളയെ പുറത്തെടുത്തത്. സ്റ്റേഷൻ ഓഫീസർ N ഷാജി, KP സുനിൽകുമാർ, C രാഹുൽ, പ്രശാന്ത്, T സന്ദീപ്, രഗിൽ, മോഹൻദാസ്, P ശശിധരൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ ഭാരതപ്പുഴയോരത്ത് കുട്ടികൾക്കായി ഒരു പാർക്കുണ്ട്. പക്ഷേ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തവണത്തെ വേനൽ അവധിക്കാലത്താകട്ടെ കുട്ടികൾക്ക് ആ പാർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായില്ല. എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി പാർക്ക് തുറന്നു കൊടുക്കാൻ ഇനിയും കാത്തിരിക്കണം. ഷൊർണൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയോരത്തെ ചേർന്ന് കുട്ടികൾക്കായി ഒരു പാർക്കുണ്ട്.
പക്ഷേ പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. വേനൽ അവധിക്ക് ശേഷം ജൂൺ 1 സ്കൂൾ തുറക്കാൻ ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. ഇത്തവണത്തെ വേനൽ അവധിക്കാകട്ടെ ഈ പാർക്ക് കുട്ടികൾക്കായി ഫലപ്രദമായി ഉപയോഗിക്കാനായില്ല. നിർമ്മാണം പൂർത്തീകരിക്കാത്ത പാർക്കിന്റെ ദൃശ്യങ്ങൾ പെരുന്നാൾ ദിനത്തിൽ പകർത്തുമ്പോൾ കുട്ടികളുമൊത്ത് പലരും ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഒഴിവുവേളകൾ ആസ്വദിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു കുട്ടികളുടെ മടക്കം. എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി പാർക്ക് തുറന്നു കൊടുക്കാൻ ഇനിയും കാത്തിരിക്കണം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പായിരുന്നു പാർക്ക് അറ്റകുറ്റപ്പണികളുടെ ഉദ്ഘാടനം നടന്നത്. എന്നിട്ടും വേനൽ അവധിക്ക് മുൻപായി പാർക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾക്ക് കളിക്കാനായി പുതിയ കളി ഉപകരണങ്ങളാണ് ഇവിടെ എത്തിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപ് ഇവിടെ പാർക്കുണ്ടായിരുന്നു, എന്നാൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉപകരണങ്ങൾ നശിച്ചതോടെയാണ് പാർക്കിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോഴാകട്ടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ബാത്റൂം സൗകര്യം, ഇരിപ്പിടത്തിനായി ഒരു ഷെഡ്, കൂടുതൽ കളി ഉപകരണങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നിലത്തെ ടൈൽ പാകുന്നതടക്കമുള്ള ചില പണികളും പെയിന്റിംഗ് പ്രവൃത്തികളുമാണ് പൂർത്തിയാക്കാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ തൃശൂരിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധം. CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. പ്രതിഷേധത്തിന് മുന്നോടിയായി പ്രകടനമുണ്ടായിരുന്നു. പൂവത്തെങ്കിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നാണ് പാഷൻ പ്രോ ബൈക്ക് പരസ്യമായി കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഭരണാധികാരികളെ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ബൈക്ക് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധാത്മക പ്രതിഷേധം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM ടെൻസൺ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന RSSും കേരളം ഭരിക്കുന്ന UDFും ഒറ്റക്കെട്ടാണ് ഈ ഇന്ധന വിലയുടെ കാര്യത്തില്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുക്കുന്ന നയങ്ങളുടെ കാര്യത്തില്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് കൈകെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ രീതിയിൽ ഈ വിലവർദ്ധനവ് നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഈ വിലയുള്ള ഏതെങ്കിലും കോൺഗ്രസ്കാരൻ പ്രതിഷേധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷനായി. VK സുനിൽകുമാർ, ഷൈനി അശോകൻ, നയനാതാര ചാത്തൻ, KJ തോമസ്, ആൻഡു കുളത്തിൽ, അക്ഷയ് സുരേഷ്, PS സുജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലയോര മേഖലയിലെ വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല മലയോര മേഖലയിലെ നെല്ലിയാമ്പതിയിലും ചുവടുറപ്പിക്കുന്നു. വിനോദസഞ്ചാര മേഖലയായ നെല്ലിയാമ്പതിയിൽ വായന സംസ്കാരം കൂടി വളർത്തുന്നതിനായി ആരംഭിച്ച ലൈബ്രറിയിലേക്ക് ലൈബ്രറിയൻ വിശ്വനാഥൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M ആകർഷ്, A സെറീന, കുത്തന്നൂർ വായനശാല എക്സിക്യൂട്ടീവ് അംഗം R ദിലീപ് എന്നിവർ സംബന്ധിച്ചു. നിലവിൽ കോട്ടായി, കുത്തന്നൂർ, പരുത്തിപ്പള്ളി, മാത്തൂർ, മലമ്പുഴ എന്നിവിടങ്ങളിൽ വായനശാലകളുണ്ട്. വായന വളരട്ടെ, അറിവ് പടരട്ടെ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അജേഷ് മാസ്റ്റർ പറഞ്ഞു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ജൂൺ 1 മുതൽ പാലക്കാട്, തൃശൂർ ബസ്സുകൾ ഒഴികെ മറ്റു എല്ലാ സ്വകാര്യ ബസ്സുകളും കയറി തുടങ്ങും. പക്ഷേ സുരക്ഷ അകലെയാണ്. കൂടുതൽ ബസ്സുകളും യാത്രക്കാരും എത്തുന്നതോടെ സ്റ്റാൻഡിൽ തിരക്കേറും. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അവ കണ്ടെത്തുന്നതിനോ സുരക്ഷ ഒരുക്കുന്നതിനും വേണ്ടി സ്റ്റാൻഡിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. ബസ്സുകൾ കയറാത്ത കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ജൂൺ 1 മുതൽ ബസ്സുകൾ കയറാൻ തുടങ്ങും. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മറ്റു എല്ലാ സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ കയറും. കൂടുതൽ ബസ്സുകളും യാത്രക്കാരും എത്തുന്നതോടെ ഇനി മുതൽ സ്റ്റാൻഡിൽ തിരക്കേറും. അതേസമയം സുരക്ഷ അകലെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനോ സുരക്ഷ ഒരുക്കുന്നതിനോ നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതിന് നഗരസഭ അധികൃതർ തന്നെ മുന്നോട്ട് വരണം. 2 മാസം മുൻപാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് രാത്രിയിൽ തമിഴ്നാട് സ്വദേശിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായത്. എന്നാൽ ആ സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് തുടക്കത്തിൽ പോലീസിന് കാലതാമസം വന്നു. സുരക്ഷയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിനകത്ത് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതിരുന്നതിനാൽ തുടക്കത്തിൽ പോലീസിന് അന്വേഷണം തിരിച്ചടിയായി.
പിന്നീട് ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നുള്ള വിവിധ ഭാഗങ്ങളിലെ കടകളിലെ 100ഓളം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകമായത്. എന്തായാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനായി ബസ് സ്റ്റാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന സൂചനയാണ് ഇതോടൊപ്പം നൽകാനുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ച ഇൻസൈറ്റ് ആദ്യമായി ഫീച്ചർ ഫിലിം നിർമ്മിച്ച പ്രദർശനത്തിന് ഒരുങ്ങുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കൊടുവായൂർ സ്കൂളിൽ നടന്ന സംഭവവികാസമാണ് ചലച്ചിത്രമായി പരിഗണിച്ചതെന്ന് ഇൻസൈറ്റ് ഫെസ്റ്റ് ഡയറക്ടർ KV വിൻസെന്റ് പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാലയങ്ങളിൽ നടന്ന കുട്ടികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് 19 കുട്ടികളെ 21 ദിവസം ജയിലിലടച്ചു. വിദ്യാലയത്തിൽ നടന്ന സംഭവത്തെ ഭരണകൂടം അടിയന്തരാവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. ഇവരുടെ വീടുകളിൽ നടന്ന സംഭവവികാസമാണ് കഥ. 1975 കാലം പുനർനിർമ്മിച്ച കഥാപാത്രങ്ങളെ കണ്ടെത്തുകയായിരുന്നു. വേതനം പറ്റാതെയാണ് 200ഓളം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും സിനിമയുമായി സഹകരിച്ചതെന്നും KV വിൻസെന്റ് പറഞ്ഞു. ഭരണകൂടം ഭീകരതയുടെ നേർചിത്രം വെളിപ്പെടുത്തുന്ന ഒഴിയാതെ എന്ന ചിത്രം ഫാറൂഖ് അബ്ദുറഹ്മാനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒഴിയാതെ എന്ന ചിത്രം അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക സമാപനമായ ജൂൺ 25-ന് പ്രദർശിപ്പിക്കും. കേരളത്തിലെ 30 തിയേറ്ററുകളിൽ പ്രദർശനാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ ട്രെയിലർ മെയ് 31-ന് പാലക്കാട് പ്രകാശനം ചെയ്യുമെന്നും വാർത്താസമ്മേളനത്തിൽ KV വിൻസെന്റ് പറഞ്ഞു. കുട്ടികൾ തമ്മിൽ നടന്നൊരു തമ്മിത്തല്ലിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അന്നത്തെ ഒരു വിവരം കേട്ട മജിസ്ട്രേറ്റ് ആ കുട്ടികളെ ജയിലിലേക്ക് വിട്ട് കോട്ടയുടെ ഉള്ളിൽ കൊണ്ട് അടച്ചു. 19 ദിവസം 21 ദിവസം ഈ കുട്ടികൾ ജയിലിൽ കിടന്നു. ജയിലിൽ കിടക്കാൻ പാടില്ല. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. 15-16 വയസ്സാണ്. അവരെ ജയിലിലിടാനേ പാടില്ലാത്തതാണ്. എന്നിട്ടും അന്നത്തെ കാലത്ത് ഈ അടിയന്തരാവസ്ഥയുടെ ആ ഒരു അഹങ്കാരത്തിൽ വിവരം കേട്ട ഒരു മജിസ്ട്രേറ്റും ഒരു പോലീസും കൂടി പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഈ കുട്ടികളെ കോട്ടയുടെ ഉള്ളിൽ ജയിലിലിട്ടു. എന്നിട്ടാണ് അവർ പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു പോകുമ്പോൾ ഒരു വളരെ ചെറിയ സംഭവമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ വീടുകളിൽ ഈ 19 ആളുടെയും വീട്ടിൽ പോയി സന്ദർശിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുറപ്പെട്ട ഇൻസൈറ്റിന് അത് കണ്ടുപിടിച്ചത് എന്താണെന്ന് അറിയാം. ഇതൊന്നും ഒരു ഡോക്യുമെന്ററിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഓരോ വീട്ടിലും അന്നത്തെ പരാക്രമങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഓരോ കുടുംബത്തിലും എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു ഡോക്യുമെന്ററിയിൽ ഒതുങ്ങില്ല. പിന്നെ അതൊരു ഫീച്ചർ ഫിലിം ആക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതിന്റെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. വാർത്താ സമ്മേളനത്തിൽ വിൻസെന്റിനൊപ്പം മാണിക്കോത്ത് മാധവൻ, CK രാമകൃഷ്ണൻ, മേതിൽ കോമളൻകുട്ടി എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ CDS സമുന്നതി പദ്ധതിയുടെ ഭാഗമായി യുവജന ക്ലബ്ബ് അംഗങ്ങൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. CDSൽ നിലവിൽ രജിസ്റ്റർ ചെയ്തു പ്രവർത്തിക്കുന്ന 6 യുവജന ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. മത്സരാധിഷ്ഠ പരീക്ഷകൾക്കുള്ള റാങ്ക് ഫയൽ വിതരണം ഇതോടൊപ്പം നടന്നു. PP സുമോദ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജിജിൻ സമുന്നതി പദ്ധതി വിശദീകരണം നടത്തി. C വിനുമോൾ, അമ്പിളി, ബിന്ദു, കേശവൻ, വിനു പ്രസാദ്, റിൻസി അനീഷ്, ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. ഗായകനും സംഗീത അധ്യാപകനുമായിരുന്ന കോട്ടായി പല്ലഞ്ചാത്തന്നൂർ ബാബുരാജിൻ്റെ വേർപാടിൽ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ചുങ്കമന്തം ചെങ്ങന്നിയൂർ സ്കൂളിൽ നടന്ന അനുമോദന സദസ്സ് ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കിഴത്തൂർ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശനൻ അധ്യക്ഷത വഹിച്ചു. VT മോഹനൻ, സന്തോഷ് കണ്ണാറ, സുജീഷ് പണിക്കർ, ഹരിദാസൻ, മുരുകദാസ്, മുരളിക, രമേശ് ഐലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നോർത്ത് CIക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്തെ താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. ഭീഷണി പ്രസംഗം നടത്തിയത് പാലക്കാട്ട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെ. തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാക്ക് പാലിച്ച മന്ത്രി OJ ജനീഷ്. മാളയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിൻ്റെ സന്ദർശനം. വാക്കുപാലിച്ച് തങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. തൃശ്ശൂരിലെ പ്രതിഷേധം ബൈക്ക് കത്തിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ വൈകിട്ട് 6-ന്. നന്ദി, നമസ്കാരം.